ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നാണ് എൻ്റെ എക്സിബിഷൻ കേട്ടോ. അതായത് ആരോഗ്യ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്ന എക്സിബിഷനിൽ ഞാനൊരു സ്റ്റോൾ ഇടുന്നുണ്ട്, വസ്ത്രം ബൈ അനുപ നിഖിലിൻ്റെ. അപ്പോൾ ഞാൻ ദേ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. ഇന്ന് രാവിലെ 10 മണി തൊട്ട് രാത്രി 8 മണി വരെയാണ് എക്സിബിഷനുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ വേഗം സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങട്ടെ കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേ സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബോർഡ്, വസ്ത്രം ബൈ അനുപ നിഖിലിൻ്റെ ബോർഡ്. ഇത് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഐ ഡിയും ഇത് യൂട്യൂബ് ചാനലിൻ്റെ ഐ ഡിയും പിന്നെ അത് നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐറ്റംസ് എല്ലാം 3 പെട്ടിയായിട്ട് കയറ്റിയിട്ടുമുണ്ട്. ഇനി നമ്മൾ നേരെ പോയിട്ട് അവിടെ പോയിട്ട് എല്ലാം അറേഞ്ച് ചെയ്യാൻ പോവാം കേട്ടോ. യെസ്, അങ്ങനെ നമ്മൾ സ്റ്റോളിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഇരുത്തേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഐറ്റംസ്. ഞാൻ കുറച്ച് ഐറ്റംസേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ തുടങ്ങി വരുവാണല്ലോ, ബഡ്ഡിങ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുള്ളൂ. ഏട്ടൻ തേരിക്കുന്നു, അമ്മ അവിടേക്ക് ഉണ്ട്, അച്ഛൻ ദേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാട്ടോ ഫുൾ എക്സിബിഷൻ നടക്കുന്ന ഒരു ഫുൾ ഏരിയ. കുറേ സ്റ്റാൾസ് ഉണ്ട്. എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഹൃദയനാഥ നന്ദി. എല്ലാവർക്കും എന്നെ ട്രസ്റ്റ് ചെയ്ത് ഇതുപോലെ ഞങ്ങളുടെ എക്സിബിഷന് വേണ്ടി വന്ന എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി. അപ്പം ഇവിടെ നമുക്ക് ഉദ്ഘാടനത്തിനായിട്ട് വന്നിരിക്കുന്നത് ആന്റണി പൈന്തര സാറാണ്. സാറ് ഇവിടുത്തെ എളംകുളം വില്ലേജിന്റെ കൗൺസിലറാണ്. അതുപോലെ തന്നെ വൈറ്റ്ല കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയാണ്. സാറിന് എൻ്റെ പ്രത്യേക ആശംസകൾ. നന്ദി സാർ, നന്ദി. സിമി മാം ആണ് നമ്മുടെ ഇവിടുത്തെ അസോസിയേഷൻ പ്രസിഡന്റ് ആണ്. മാമിനെ ഞാൻ തിരുവനന്തപുരത്ത് സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് എൻ്റെ പാരൻസ്, ലൈക്ക് എൻ്റെ അമ്മ മരിച്ചുപോയി, എൻ്റെ ഫാദർ സിക്ക്. സോ എൻ്റെ ഗോഡ് പാരൻസ് ആണ് സൊല്ലാണ്ട് ആൻറ്റി. അപ്പോൾ ഞാൻ ആൻറ്റീൻ്റെ മക്കളെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഞാൻ എല്ലാവർക്കും ഇവിടെ മിക്കവർക്കും അറിയാം ലത ആൻറ്റി. ഷീ ഈസ് മൈ ബാക്ക് ബോൺ. എൻ്റെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന, ലൈക്ക് താങ്ക് യു സോ മച്ച് ആൻറ്റി. പ്ലീസ്. സാറിന് എല്ലാവരും പേരിൽ എൻ്റെ പ്രത്യേകം നല്ല നന്ദി സാർ. താങ്ക് യു സോ മച്ച്. നല്ല തിരക്കിൻ്റെ ഇടയിൽ ഓടി വന്നു. എല്ലാവരും പ്ലീസ് ഫോട്ടോ എടുക്കുന്ന. അപ്പോൾ ഇതാണ് സ്റ്റാൾസ്. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഡ്രസ്സ് ഉണ്ടായിരുന്നു, ക്രോഷ്യ ഉണ്ടായിരുന്നു, ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു, കുറേ അധികം ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോള്. എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ വന്നിട്ട് ലതാൻറ്റി ആയിരുന്നു. നല്ല ഐശ്വര്യമായിരുന്നു. അതിനുശേഷം പിന്നെ വന്നത് നമ്മളുടെ സദനങ്ങളും ബേബി ആൻറ്റിയാണ്. അപ്പോൾ അവർ UK പോണതിന് മുമ്പ് കുറേ ഓണം ഔട്ട്ഫിറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഓരോ കൗണ്ടേഴ്സ് കാണിച്ചു തരാം. ആദ്യം തന്നെ ഫുഡ് കൗണ്ടേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു, നല്ല ക്യാൻഡിലാട്ടോ. ഞാൻ ഓൾറെഡി ഇവരുടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെർഫ്യൂംസ് ഉണ്ടായിരുന്നു. പിന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കുറച്ച് കുക്കീസും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു, ബെഡ്ഷീറ്റ്സ്, പിന്നെ എൻ്റെ കൗണ്ടറും പ്ലസ് അനിലയുടെ കൗണ്ടറും ഉണ്ടായിരുന്നു. സാരീസ് ഒക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള പൊടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ഹെന്ന ഉണ്ടായിരുന്നു, ഫേസ് പെയിന്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഈ മസാജിങ് അടിപൊളിയായിരുന്നു എന്നാണ് ഏട്ടനും അച്ഛനൊക്കെ പറഞ്ഞത്. വിവേകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നമ്മുടെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ, ബെഡ്ഷീറ്റ്സ്, നല്ല അടിപൊളി കോട്ടൺ ബെഡ്ഷീറ്റ്സ്, പിന്നെ സൽവാർ മെറ്റീരിയൽസ്, ബ്ലൗസ്, നമ്മൾ റെഡിമെയ്ഡ് ബ്ലൗസസ് ഉണ്ടായിരുന്നു, കുർത്തീസ് ഉണ്ടായിരുന്നു, സെറ്റ് സാരി, സെറ്റ് മുണ്ട്, പിന്നെ സാരീസ്, അങ്ങനെ കുറേ അധികം സ്റ്റോൾസ് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. പിന്നെ ഷൂസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ആദൂനൊക്കെ ടീഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ ക്ലിപ്സ്, കേക്ക്സ്, പേസ്ട്രീസ്, അതുപോലെ ടപ്പർ വെയറിന്റെ ഷോപ്പ്, കൂടാതെ നൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ആരോഹിയുടെ തന്നെ, ആരോഹിയുടെ ജ്വല്ലറീസ് ആയിരുന്നു. പിന്നെ ക്രോഷ്യയുടെ ബാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലതായിരുന്നു. അത്യാവശ്യം എല്ലാം നല്ല അഫോർഡബിൾ റേറ്റിനായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ എൻ്റെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവരൊക്കെ വന്നപ്പോഴേക്കും.
ഇതെൻ്റെ തുമ്പിക്കുട്ടിയാണ് കേട്ടോ. പിന്നെ വിബിന് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും വിബിന് സ്റ്റോൾ ഇടേണ്ടതാണ്, പക്ഷെ വർക്ക് കാരണം പറ്റിയില്ല. പിന്നെ ദേ എൻ്റെ കസ്റ്റമേഴ്സൊക്കെ വന്നു. ഇത് എൻ്റെ സബ്സ്ക്രൈബർ ആട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നതാണ്. ശരിക്കും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. പിന്നെ ദേ ഓരോരുത്തർ വന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീജാൻ്റെയും ബാബുങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പേർക്ക് ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്ത് വന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എനിക്ക് എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവില്ല, കാരണം എന്നെ അതേപോലെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തത്. പിന്നെ എൻ്റെ ഇച്ചുക്കുട്ടനും ആദുക്കുട്ടനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു, വിവേകും അമ്മും, പിന്നെ അതുപോലെ തന്നെ ഹേമന്തങ്കൾ, സൈചേച്ചി, ജീലു, അങ്ങനെ എൻ്റെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അതും അവിടെ നിന്ന് ചെയ്ത ഫേസ് പെയിൻ്റ് ആട്ടോ, നല്ല രസമായിരുന്നു. അവൻ്റെ ഫേവറേറ്റ് ക്യാരക്ടറാണ് ബാറ്റ്മാൻ. അപ്പോൾ അവൻ അത് ചെയ്തതിൻ്റെ ആഹ്ലാദമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഏട്ടൻ്റെ ഫ്രണ്ട്സാണ്. കുറേ പേര് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ വരാത്തത്. പിന്നെ ഫ്ലാറ്റിൽ നിന്ന് കുറച്ച് കസ്റ്റമേഴ്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എക്സിബിഷൻ തീരാറായപ്പോൾ തൊട്ടടുത്തുള്ള സ്റ്റോളിൽ നിന്ന് കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ അമ്മയുടെ സിസ്റ്ററും മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സിബിഷൻ കഴിയാറായപ്പോൾ അനില ബായൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ദേ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ എക്സിബിഷൻ കഴിഞ്ഞ് വീട്ടിലെത്തി. ആദ്യമായിട്ട് എനിക്ക് താങ്ക്സ് പറയേണ്ടത് അച്ഛനോടോ അമ്മയോടോ ഏട്ടനോടോ കേട്ടോ. ഇവർ ഫുൾ ഡേ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ ഒരു 8:30 ആയപ്പോഴാണ് പോയത്. നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. 8:30 തൊട്ട് രാത്രി ഒരു 8:30 വരെ, ശരിയാണ്, 8:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ രാവിലെ 8:30 തൊട്ട് രാത്രി 8:30 വരെ കണ്ടിന്യൂസ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അച്ഛൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് എടുക്കാനായിട്ട് ഒന്ന് വീട്ടിൽ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നപ്പോഴേക്കും ഒരു മണിക്കൂറത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കി ഫുൾ രണ്ടുപേരും കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. ഇവർ 3 പേര് എൻ്റെ കൂടെ ഇങ്ങനെ ഫുൾ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലിയിൽ നിന്നും കസിൻസ്, പിന്നെ എന്താ പറയുക, ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാനായിട്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. ഈ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. പിന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനത്തെ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്ത്, മീൻസ് എക്സിബിഷനിൽ സ്റ്റോൾ ഇട്ടപ്പോഴേക്കും. പൊതുവേ ഞാൻ എക്സിബിഷൻസിലൊക്കെ പോവാറുള്ള ഒരാളാണ്. ഈവൻ വനിതായ്സ് വരുമ്പോഴും അങ്ങനെ എന്തൊരു എക്സിബിഷൻ ഉണ്ടെങ്കിലും ഞാനും അച്ഛനും അമ്മയൊക്കെ എപ്പോഴും പോകാറില്ല. പണ്ടേ തൊട്ട് എക്സിബിഷൻസിലൊക്കെ പോകാറുള്ളതാണ്. അപ്പോൾ അന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സ്റ്റോൾ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക, സെയിൽ നടത്തുക എന്നൊക്കെ ഉള്ളത്. പക്ഷേ അത് ഇങ്ങനെ എന്താ പറയുക, നടക്കും എന്നുള്ളത് എനിക്ക് എന്താ പറയുക ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പിന്നെ നമ്മൾ കുറേ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം എന്തായാലും നടക്കുന്ന അറിയില്ലേ. എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ആരോഹി എക്സിബിഷൻസിൻ്റെ അടുത്ത് എൻ്റെ താങ്ക്സ് പറയുകയാണ്. കാരണം വെച്ചാൽ അന്ന് അവളത് സ്റ്റാർട്ട് ചെയ്തു, ഞാനത് ഇനോഗ്രേറ്റ് ചെയ്യാൻ പോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വെച്ചൊരു കാര്യമാണ്, അടുത്ത എക്സിബിഷനിൽ ഞാൻ എന്തായാലും സ്റ്റോൾ ഇടും എന്നുള്ളത്. ആ വാക്ക് ഞാൻ പാലിച്ചു. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. ഈവൻ എൻ്റെ കൂടെ ടേബിൾ ഷെയർ ചെയ്തത് അനില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ്. ഓൾറെഡി ഒരു പേജ് ഉണ്ട്. അപ്പോൾ ഞാൻ പേജ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സാരീസും ഓർണമെന്റ്സ് ഒക്കെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓൾറെഡി അതിന് ഒരു കമ്മലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ അത്രയും കമ്പനി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക ബോറടി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ ത്രൂ ഔട്ട് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു. പിന്നെ ഏട്ടനാണെങ്കിൽ എല്ലാ സ്റ്റാളിലും ഇങ്ങനെ കയറി ഇറങ്ങി അവരോട് സംസാരിച്ച് വീഡിയോ ഒക്കെ എടുത്ത്, അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഏട്ടനും ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. ഈവൻ ഞാനും അമ്മയാണെങ്കിലും ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും കാലും മുതുമൊക്കെ ഒരു വിധമായിട്ടോ. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഫുൾ നിൽക്കുവാണല്ലോ, ത്രൂ ഔട്ട് ഇങ്ങനെ നിന്നിട്ടില്ലല്ലോ. പക്ഷെ എന്നാലും ശരിക്കും എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ഇനിയും ഞാൻ ഇതേപോലത്തെ എക്സിബിഷൻസ് ഒക്കെ വരുമ്പോഴേക്കും എന്തായാലും ഞാൻ സ്റ്റോൾ ഇടും എന്ന് തീരുമാനിച്ചു. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫുൾ ഡേ നമ്മളിങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുകയല്ലേ. ഈവൻ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു, അവരോട് ഇങ്ങനെ ഡ്രസ്സിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കുന്നു. ശരിക്കും ഭയങ്കര രസമാണത്. അത് എനിക്ക് എൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ശരിക്കും ഇന്നലെയൊക്കെ ആണെങ്കിലും ഞാൻ ഫുൾ ത്രൂ ഔട്ട് അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരുന്നു. ആ ഒരു ഡേ എത്താൻ നേരത്തെ കുറേ നേരം ഇങ്ങനെ അതിനെപ്പറ്റി അയ്യോ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ആയിരുന്നു. പക്ഷേ എത്തിക്കഴിഞ്ഞു. ആ ഡേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ആദ്യം കുറച്ച് ടെൻഷനായിരുന്നു. കാരണം ആദ്യമായിട്ട് ഒരു കസ്റ്റമർ വരുമ്പോഴേക്കും നമ്മളിങ്ങനെ ഓരോന്നും കാണിച്ചു കൊടുക്കുക, നമ്മൾ പറയണതിൽ എന്തെങ്കിലും തെറ്റ് വരും, അങ്ങനത്തെ കുറച്ച് ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരാൾ വന്നു കഴിയുമ്പോഴേക്കും എനിക്ക് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുക, അതായത് സംസാരിച്ച് ഇത് ചെയ്യാൻ, അതൊക്കെ എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റോൾ ഷെയർ ചെയ്ത് അനിൽ എൻ്റെ അടുത്ത് പറഞ്ഞു പേടിക്കേണ്ട, ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്, ഞാനിതെൻ്റെ സെക്കൻഡ് സ്റ്റോളാണ്, നമുക്ക് സംസാരിച്ച് വീഴ്ത്താനൊക്കെ പറ്റുന്നത്. പക്ഷെ രസമായിരുന്നു. അതായത് നമ്മളിങ്ങനെ ഓരോ കസ്റ്റമേഴ്സ് വരുമ്പോഴേക്കും അവരോട് സംസാരിച്ച് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഡ്രസ്സിനെ പറ്റിയിട്ട് ആ മെറ്റീരിയൽ എന്താണ് അങ്ങനെ സംസാരിച്ച് അവർ ഓൾറെഡി നമ്മളുടെ നിന്ന്
എന്താ പറയുക ഫോട്ടോസ് എടുക്കാൻ വില്ലിങ് ആവുന്നു, അതുപോലെ തന്നെ കാർഡ് മേടിക്കുന്നു, ഷോപ്പ് വരുമ്പോഴേക്ക് എന്തായാലും വരാമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ശരിക്കും ആ ഒരു ദിവസം പോയത് അറിഞ്ഞില്ല, സമയം പോയത് അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ രാവിലെ 8:30 വന്നതാണെങ്കിലും രാത്രി 8:30 വരെ പെട്ടെന്ന് പോയ പോലെ ആയിരുന്നു എനിക്ക്. ഈവൻ എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും വിവേകും അമ്മും അവർ പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കസിൻസ് കംപ്ലീറ്റ് വിളിച്ചവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കുറച്ച് നേരം എൻ്റെ ഒപ്പം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത് എല്ലാ സ്റ്റോളുകളൊക്കെ കയറി ഇറങ്ങി അവരുടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് അങ്ങനെയായിരുന്നു. ഈവൻ എൻ്റെ സ്റ്റോളിൽ തൊട്ട് ഇപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലോ അനിലയുടെ സ്റ്റോളായിരുന്നു. മെയിനായിട്ട് സാരീസും അതുപോലെ തന്നെ ജ്വല്ലറീസ് ആയിരുന്നു, ഇയറിങ്സ് ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ നിന്ന് ഡ്രസ്സ് മേടിക്കും, അതിൻ്റെ സെയിം ഇയറിങ് അനിലിൻ്റെ അടുത്തുനിന്ന് മേടിപ്പിക്കുക. അങ്ങനെയായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത്. പക്ഷെ രസമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇനിയും എക്സിബിഷൻസ് വരുമ്പോഴൊക്കെ ഞാൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈവൻ അച്ഛനും അമ്മയ്ക്കും ഏട്ടനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈവൻ അച്ഛൻ എൻ്റെ അടുത്ത് ഇന്നും കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി അടുത്ത എക്സിബിഷൻ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് പോവാട്ടോ എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഭയങ്കര ഹാപ്പിയായി. ആൻഡ് പിന്നെ ഏട്ടൻ ഫുൾ വീഡിയോ എടുത്ത്, ഇപ്പം നിങ്ങൾ കണ്ട മിക്ക ക്ലിപ്സും ഏട്ടൻ എടുത്താ കേട്ടോ. കാരണം ഞാൻ കൂടുതലും ഈ ഒരു ഡ്രസ്സ് കാണിച്ചു കൊടുക്കണതിൻ്റെയൊക്കെ ധൃതിയിലായിരുന്നു. അപ്പോൾ ഏട്ടൻ ത്രൂ ഔട്ട് നിന്ന് വീഡിയോ എടുത്ത് ഈവൻ ഷോർട്സ് എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് അപ്പം ഇങ്ങനെ ഷോർട്സും റീൽസൊക്കെ ഇട്ടോണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ. ഞാൻ കുറേ ഗ്യാപ്പ് എടുത്തിട്ടാണ് ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ എന്തായാലും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.